നിങ്ങളുടെ കണ്ടന്റുകൾക്ക് എന്തുകൊണ്ട് റീച്ച് കിട്ടുന്നില്ലെന്നും അത് ഉടനടി എങ്ങനെ പരിഹരിക്കാമെന്നുമാണ് നമ്മുടെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന 5 കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ സിമ്പിളാണ്. 1. പ്രാദേശികമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. 2. ഒരു വലിയ വിഷയത്തിന് പകരം വളരെ ചെറിയൊരു സബ് നിഷ് തിരഞ്ഞെടുക്കുക. പിന്നെ കൃത്യമായ മെറ്റാഡേറ്റ നൽകുക. വീഡിയോയുടെ ആദ്യ നിമിഷങ്ങൾ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലാക്കുക. ഒപ്പം ദിവസവും കുറച്ച് സമയം മറ്റ് ക്രിയേറ്റർമാരുമായി എൻഗേജ് ചെയ്യുക. ഒരു ഉദാഹരണം നോക്കാം. വെറുമൊരു സാധാരണ ഇംഗ്ലീഷ് ടൈറ്റിലിന് പകരം നമ്മുടെ സ്വന്തം ഭാഷയിൽ, അതായത് മലയാളത്തിൽ, നല്ലൊരു ക്യാച്ചി വാചകം കൊടുക്കുക. ആളുകളിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. ഒപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ എളുപ്പത്തിന് ഇംഗ്ലീഷ് വാക്കുകളും ചേർക്കാം. ഇത് ആളുകളെ പെട്ടെന്ന് ആകർഷിക്കും, ഉറപ്പാണ്. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ആദ്യത്തെ 3 സെക്കൻഡുകൾ. മുൻ പരിചയമില്ലാത്ത ഒരാളെ നിങ്ങളുടെ വീഡിയോ മുഴുവൻ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഈ 3 സെക്കൻഡുകളാണ്. ഇവിടെയാണ് ലളിതമായ ഭാഷയുടെയും നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിന്റെയും യഥാർത്ഥ പ്രസക്തി. വെറുതെ നിങ്ങളുടെ പേരും ചാനലിന്റെ പേരുമൊക്കെ പറഞ്ഞ് സമയം കളയരുത്. നിങ്ങൾ എന്ത് പ്രശ്നത്തിനാണോ പരിഹാരം പറയുന്നത്, അത് ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ഒരു വളച്ചുകെട്ടുമില്ലാതെ ലളിതമായ ഭാഷയിലങ്ങ് പറയുക. അത്രയുള്ളൂ. വെറുതെ വലിച്ചു നീട്ടി 2 മിനിറ്റ് വീഡിയോ ചെയ്യുന്നതിന് പകരം ഈ 4 സ്റ്റെപ്പുകളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. 1 മിനിറ്റിൽ താഴെ സമയം മതി ഇതിന്. നല്ലൊരു ഹൂക്ക്, പിന്നെ പ്രശ്നമെന്താണെന്ന് പറയുക, അതിനുള്ള പരിഹാരം, അവസാനം കൃത്യമായൊരു കോൾ ടു ആക്ഷൻ. കാര്യങ്ങൾ നേരിട്ട് വളരെ സിമ്പിളായി പറയുക. ആൽഗോരിതം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇനി ഇതൊക്കെ കൃത്യമായി ചെയ്തിട്ടും വ്യൂസ് വരുന്നില്ലെങ്കിലോ? സ്വാഭാവികമായും നിങ്ങൾക്ക് മടുപ്പ് തോന്നും. യൂട്യൂബ് നിർത്തിയാലോ എന്ന് വരെ ചിന്തിക്കും. എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നതൊക്കെ ഒരു വലിയ മിഥ്യാധാരണ മാത്രമാണ് സുഹൃത്തുക്കളെ. സത്യം എന്താണെന്നറിയാമോ? ആൽഗോരിതത്തിന് നിങ്ങളോട് ഒരു മുൻകോപവും ദേഷ്യവുമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്നല്ല അത് നോക്കുന്നത്, മറിച്ച് ഓരോ വീഡിയോയും എത്രത്തോളം മികച്ചതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മടുപ്പ് തോന്നുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത് മികച്ചൊരു തന്ത്രമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഫേസിലായിരിക്കും. ഒരാഴ്ച മാറി നിൽക്കുന്നതുകൊണ്ട് ആൽഗോരിതം നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഭയങ്കര ക്ഷീണത്തോടെയും മടുപ്പോടെയും നിർബന്ധിച്ച് ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിനെ ശരിക്കും താഴോട്ടേ കൊണ്ടുപോകൂ. ചിലപ്പോൾ ഈ ബ്രേക്ക് സമയത്തായിരിക്കും നിങ്ങളുടെ പഴയ വീഡിയോകൾ കയറി വൈറലാകുന്നത്. മനസ്സൊക്കെയൊന്ന് ഫ്രഷായി തിരികെ വരുമ്പോൾ എങ്ങനെ ഒരു മികച്ച കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പ്രത്യേകിച്ച് ആളുകളുടെ ആകാംക്ഷയെയും ഭയത്തെയും എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കാമെന്ന്. വെറും 30 സെക്കൻഡിൽ എങ്ങനെ ഒരു കിടിലൻ വീഡിയോ പ്ലാൻ ചെയ്യാം എന്നതിന്റെ ഉദാഹരണമാണിത്. തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു ശബ്ദം, നേരെ സയൻസിലേക്ക് കടക്കുന്നു, പിന്നെ മനുഷ്യന്റെ പ്രതികരണം എന്താണെന്ന് പറയുന്നു, അവസാനം ഒരു കോൾ ടു ആക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടന്റ് വളച്ചുകെട്ടില്ലാതെ നേരിട്ട് കാര്യങ്ങൾ സിമ്പിളായി പറയുക എന്നതാണ്. ഈ സ്ക്രിപ്റ്റ് മികച്ച രീതിയിൽ വർക്കാകണമെങ്കിൽ വിഷ്വൽസും ഗംഭീരമാകണം. ഒരു മൂടൽ മഞ്ഞുള്ള ഇരുണ്ട തെരുവ്. പെട്ടെന്ന് തന്നെ ആളുകളിൽ ഒരു സസ്പെൻസും ചെറിയൊരു പേടിയും ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. ചുരുക്കത്തിൽ നിങ്ങളുടെ വിഷ്വൽസ് ആദ്യ നിമിഷം തന്നെ അവരോട് സംസാരിച്ചു തുടങ്ങണം. ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ നേരെ സയൻസിലേക്ക് പോവുകയാണ്. തിളങ്ങുന്ന ഒരു തലച്ചോറും അതിൽ അപകടസൂചന നൽകുന്ന അമിഗ്ഡലയും. വളരെ സങ്കീർണമായ സയൻസ് പോലും പെട്ടെന്ന് ലളിതമായ ഭാഷയിൽ വിഷ്വലിലൂടെ പറയുമ്പോൾ അത് ആളുകളെ എളുപ്പത്തിൽ പിടിച്ചിരുത്തും.